ലോകത്തിന്റെ ചേരികൾ വളരെ വേഗമാണ് മറിയുന്നത്. ഇന്നത്തെ ശത്രുക്കൾ നാളെ മിത്രങ്ങളായേക്കാം, നാളത്തെ മിത്രങ്ങൾ ഇന്നത്തെ ശത്രുക്കളുമായി മാറിയേക്കാം. ഏതായാലും ഇപ്പോൾ ബദ്ധവൈരികളായിട്ടുള്ള ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് നീങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ സഖ്യത്തിലേക്ക് ദക്ഷിണ കൊറിയയും കൂടി എത്തുന്നു എന്ന് പറയുമ്പോൾ വിചിത്രമായ ഒരു സഖ്യമായി തന്നെ തോന്നാം. കാരണം ചൈനയുടെ ഒരു ശത്രുവാണ് ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ. ഒപ്പം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധമല്ല. ഇവിടെ ഈ രാജ്യങ്ങളെല്ലാം ഒന്നിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രിട്ടനെതിരെ പോരാടാനാണ് ഈ സഖ്യത്തിന്റെ തീരുമാനം. ബ്രിട്ടൻ ഈ അടുത്ത ദിവസങ്ങളിൽ സ്റ്റീൽ ഇറക്കുമതിയുടെ തീരുവ 55% വർദ്ധിപ്പിച്ചതാണ് ഈ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 2026 ജൂലൈ മുതൽ ഡ്യൂട്ടി ഫ്രീ സ്റ്റീൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയാണ്. പകരം ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന് 55% താരിഫ് ചുമത്തും എന്ന് ലോക വ്യാപാര സംഘടനയാണ് ബ്രിട്ടൻ ഇത് അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് ഈ രാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് കയറ്റുമതി 2026 900 മില്യൺ ആയിരുന്നു ഈ UK കയറ്റി അയച്ചിരുന്നത്. ഇതിന് വലിയ ഇടിവ് സംഭവിക്കും. ഒരുപക്ഷെ കയറ്റുമതി തന്നെ നിലച്ചേക്കാം. 2027 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 99% ഉൽപ്പന്നങ്ങളും ഫ്രീ ട്രേഡിങ്ങിലേക്ക് വരും, അതായത് സീറോ താരിഫിലേക്ക് വരുമെന്നിരിക്കെയാണ് ഇപ്പോൾ ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അല്ലെങ്കിൽ സ്റ്റീലിന് ഈ വലിയ രീതിയിൽ താരിഫ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ വ്യാപാര കരാർ 2027 യാഥാർത്ഥ്യമാകുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഈ വ്യാപാര കരാർ നിർത്തിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇങ്ങനെ തോന്നുമ്പടി എല്ലാ രാജ്യങ്ങളും താരിഫ് ഉയർത്തുകയാണെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2027 നമ്മളും UK നടപ്പാക്കേണ്ട ഫ്രീ ട്രേഡിംഗ് കരാർ പോലും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. 2027 മുതൽ അങ്ങനെയാണ്. പക്ഷേ ഈ ഇരുമ്പ് ഉരുക്ക് ഈ ട്രേഡിങ്ങിൽ ഉള്ള ഈ താരിഫിൽ ഒരു വ്യക്തത വന്നിട്ട് മതി കരാർ എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്.